പേര് ജെഫി. ഞാനൊരു പീഡിയാട്രിഷ്യനാണ്. ഒരു 6 മാസത്തോളം ആയിട്ട് പുറത്തേക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ഒരു 85ഓളം ആപ്ലിക്കേഷൻസ് ഞാൻ അയക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നില്ല, ഇൻ്റർവ്യൂ കോൾസ് വരുന്നുണ്ടായിരുന്നില്ല. ഞാനിവിടെ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. മാതാവിൻ്റെ അടുത്ത് ഒരു ഭക്തിയുള്ളത് കൊണ്ട് ഞാൻ പോകുന്ന എല്ലാ പേഷ്യൻസിൻ്റെയും റൂമുകളിൽ ഇങ്ങനെ കൃപാസനം പത്രം കണ്ടിരുന്നു. അവസാനം എനിക്ക് ഒരു പത്രം ലഭിച്ചു. അപ്പോൾ അങ്ങനെ വായിച്ചറിഞ്ഞ് മാതാവിനെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഒരു 5 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓസ്ട്രേലിയ, UK, ഞാൻ അപ്ലിക്കേഷൻ വെച്ചിരുന്ന സ്ഥലത്തു നിന്നൊക്കെ എൻ്റെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റഡായി എന്ന് പറഞ്ഞ് എനിക്ക് നോട്ടീസ് വന്നു. അതിൽ നിന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂ ഓസ്ട്രേലിയയുടെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഞാൻ UK അറ്റൻഡ് ചെയ്തു. UK ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ സെലക്റ്റഡായി. അതും ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ എങ്കിൽ വൈകിട്ട് 9 മണിക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായി. ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിനെക്കുറിച്ച് വലിയ അഗാധമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇവിടെ എനിക്ക് സുഗന്ധാഭിഷേകമുണ്ടായി. പിന്നീട് ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴാണ് എനിക്ക് ഇത് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഈ പ്രാർത്ഥനകളും ഉടമ്പടിയിലും പ്രാർത്ഥനകളെല്ലാം കണ്ടിന്യൂ ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു മാതാവിൻ്റെ ഒരു മാതാവ് കാണിച്ചു തരുന്ന പോലെയായിരുന്നു. ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ പേര് കിടക്കുന്നത്. അതിൽ നിന്ന് കുറേയധികം സമയമെടുത്തിട്ടാണ് എൻ്റെ പേര് ഏറ്റവും ഒന്നാമതാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ പ്രോസസ്സ് ജാനുവരി 2025 സെലക്റ്റഡ് ആണതാണെങ്കിലും കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ഞാൻ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് UK മെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷനായി. അപ്പോൾ എനിക്ക് സ്പോൺസേർഡ് പ്രോഗ്രാമായിരുന്നു. റോയൽ കോളേജ് ഓഫ് പീഡിയാട്രിക്സ് UK അവർ സ്പോൺസർ ലെറ്റർ അയക്കണമായിരുന്നു മെഡിക്കൽ കൗൺസിലേക്ക്. അതിലവരൊരു ഡിലേ വരുത്തി. അപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എൻ്റെ പ്രോസസ്സ് അവർ സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞൊരു മെയിൽ വന്നു. അപ്പം ഞാൻ ഇവിടെ സെപ്റ്റംബർ 8 ഞായറാഴ്ച ഇവിടെ വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പോയി. ഞാൻ ബസ്സിലിരിക്കുമ്പോൾ തന്നെ ഞായറാഴ്ച ദിവസം മെഡിക്കൽ കൗൺസിലിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു. എൻ്റെ ലെറ്റർ അവിടെ കിട്ടി. അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഞായറാഴ്ച ദിവസം UK മെഡിക്കൽ കൗൺസിൽ അവർ എല്ലാ മൺഡേ ടു ഫ്രൈഡേ ആണ്. അങ്ങനെ ഒരു കാര്യം നടന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഇവിടുത്തെ മെഡിക്കൽ കൗൺസിൽ ഇന്ത്യയിൽ നിന്ന് ഗുഡ് സ്റ്റാൻഡിങ് വേണമായിരുന്നു. അതിലും തടസ്സങ്ങൾ. ഞാൻ അറിയാത്ത ആളുകൾ വരെ എന്നെ അതിനായിട്ട് സഹായിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാതാവ് തന്നെ ഉടനടി ചെന്ന് അവിടെ നടത്തി തരുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിസ അപ്ലൈ ചെയ്തു. അത് 29 നവംബറിൽ അപ്ലൈ ചെയ്തു. ഡിസംബർ 6 എൻ്റെ വിസ അക്സെപ്റ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞ് അവർ ലെറ്റർ വന്നു. ഈ ഡിസംബർ 26 ഞാൻ UK പോവുകയാണ്. അതുമാത്രമല്ല എൻ്റെ ആത്മീയമായ ജീവിതത്തിലും മാതാവ് ഈശോയോടും ദൈവത്തോടും വളരെ എന്നെ അടുപ്പിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റിലൊരു മുഴയുണ്ടായിരുന്നു, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. അവസാന നിമിഷമാണ് മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുൻപ് ഈ കാര്യം അറിഞ്ഞപ്പോൾ വരുന്നതിന് പകരം ഞാൻ പെട്ടെന്ന് എൻ്റെ ലോജിക്കൽ മൈൻഡിൽ സർജൻ അപ്പോയിൻമെൻ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ അന്ന് ഞാൻ ഉദ്ദേശിച്ച സർജൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഇവിടെ വന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ട് തിരിച്ചുപോയി. സർജനെ കണ്ടു. സർജൻ പറഞ്ഞു അത്യാവശ്യം വലുപ്പമുണ്ട്, പെയിൻ ഉള്ളത് കൊണ്ട് ഒരു കോഴ്സ് ആൻറ്റിബയോട്ടിക് കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ചെന്നു. സൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പക്ഷെ അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് പറഞ്ഞു 1 മാസം കൂടെ നോക്കാം, നോക്കിയിട്ടും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഇൻസിഷൻ ചെയ്ത് അത് ചിലപ്പോൾ ബയോപ്സിക്ക് അയക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്തോ എൻ്റെ പപ്പയുടെ അടുത്തോ പറഞ്ഞില്ല. അവർ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ഉടമ്പടി തൈലം വെച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മമ്മിയുടെ അവിടെ പ്രാർത്ഥിച്ച്
കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ അതിൻ്റെ സൈസ് കുറഞ്ഞു തുടങ്ങി. 1 മാസം ആയപ്പോഴേക്കും ഒരു ചെറിയ തടിപ്പ് മാത്രമായി. അത് കഴിഞ്ഞിട്ട് സർജൻ്റെ അടുത്ത് ചെന്നപ്പോൾ സർജനും പറഞ്ഞു ഒന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് സർജൻ പറഞ്ഞു ഇനി ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാമോഗ്രാം എടുക്കാം. അപ്പം മാമോഗ്രാം എടുത്തു. ആ സമയത്ത് റേഡിയോളജിസ്റ്റ് മമ്മിയുടെ അടുത്ത് ചോദിച്ചു ശരിക്കും മുഴയുണ്ടായിരുന്നോ? ഒന്നും കാണുന്നില്ല മാമോഗ്രാമിലെന്ന് പറഞ്ഞു. അത്രമാത്രം ഒരു രോഗസൗഖ്യാനുഭവം ഞങ്ങളുടെ കുടുംബത്തിന് ദൈവം നൽകി അനുഗ്രഹിച്ചു. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഒരു ഓർഫനേജിൽ വിസിറ്റ് ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയുടെ ഭാഗമായിട്ട് പത്രം വിതരണം ചെയ്തിരുന്നു. ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാവിടെയും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ബാക്കി എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് ആരെയൊക്കെ സഹായിക്കാനായിട്ട് പറ്റിയിരുന്നു അതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇതെല്ലാം കൂടാതെ ഉടമ്പടിയിൽ തന്നെ തുടരുവാനായിട്ടുള്ളൊരു വലിയ കൃപയും മാതാവ് എനിക്ക് തന്നു. ഇതെല്ലാത്തിനും ഞാൻ പരിശുദ്ധ മാതാവിനോടും ദിവ്യകുമാരനോടും 1000 നന്ദി പറയുന്നു.